പ്രോസിക്യൂഷൻ, അതായത് ക്രൈസ്തവ മിഷണറിമാർക്കെതിരെയുള്ള ആക്രമണം ഇന്ത്യയിൽ ഊർജ്ജസ്വലമായിട്ട് നടക്കുകയാണ്. ശരിക്കും അറ്റാക്ക് നടക്കുന്നുണ്ട്. പലയിടത്തും പലത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പലത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് സംഘ് പരിവാറിന് അനുകൂലമായ പല മീഡിയകളും അത് മുഴുവനും താഴ്ത്തി വെക്കുന്ന ഈ അടിക്കുന്നവരും ഉപദ്രവിക്കുന്നവരും തന്നെ അവർ സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യുന്നു. ഒരു സംഭവം ഉണ്ടായത് നിങ്ങൾ അറിഞ്ഞു കാണും. കേരളത്തിലെ കൊട്ടാരക്കര കരിക്കത്തിനടുത്ത് ജോസ് തോമസ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ, ഏകദേശം അദ്ദേഹം 17 വർഷത്തോളമായിട്ട് ഉത്തർപ്രദേശിലെ ബലിയ ജില്ലയിൽ സിക്കന്ദർപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ മിഷണറി പ്രവർത്തനമുണ്ട്, അതേപോലെ ചർച്ചുണ്ട്. അവിടെയുള്ള ദലിറ്റ്സ് ആണ് അതിനകത്ത് 95% പങ്കെടുക്കുന്നത്. അദ്ദേഹത്തെ ബജ്റാങ് ദളിന്റെ അൺനോൺ, അതായത് പരാതിക്കാരൻ ആരാണെന്ന് പോലും പോലീസ് പറയുന്നില്ല, അതായത് നിർബന്ധിത മതപരിവർത്തനം നടത്തി എന്നും പറഞ്ഞ് ഈ പറയുന്ന ജോസ് തോമസിനെ ഞായറാഴ്ച ആ പള്ളിയിലെ വർഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസ് വരുന്നു, അറസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ്, അതായത് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് അതിൻ്റെ കോപ്പി എനിക്ക് കിട്ടി. അതിനകത്ത് കാണാം എന്താണ് ഈ ജോസ് തോമസിൻ്റെ കയ്യിൽ നിന്നും ഈ പോലീസ് 2-3 ചാക്കുകളിലായിട്ട് എടുക്കുന്നത്. അതായത് ബൈബിളുണ്ട്, റിലീജിയസ് ബുക്സ് ഉണ്ട്, അതേപോലെ അവിടെയുള്ള നാട്ടുകാരെ പഠിപ്പിക്കുവാൻ ഹിന്ദി ഭാഷയിലുള്ള പരിപാടികളുണ്ട്. ഇതാണ് ഈ ജോസ് തോമസ് കാണിച്ച ഏറ്റവും വലിയ തെറ്റ്. അതായത് ജനങ്ങളെ പഠിപ്പിക്കരുത്, അവർക്ക് ബോധം വെക്കരുത്. ആ രീതിയിൽ നിങ്ങൾ ഈ വീഡിയോ കാണുക. वो आपकी स्वतंत्रता है. यदि आपको इसे करना है तो सबसे पहले तो रजिस्ट्रेशन होगा. क्या चीज बोला? रजिस्ट्रेशन होगा. और रजिस्ट्रेशन के बाद फिर आपको एक धार्मिक ग्रंथ, अरे सुन लो धार्मिक ग्रंथ अभी मैं लेके चल रहा हूँ. रामायण को रेस्पेक्ट करते हैं, हम सभी धर्म को रेस्पेक्ट करते हैं. ठीक है, कोई बात नहीं. रामायण है आपके पास? रामायण कहाँ यहाँ पे रखा है? प्रणाम करता है. चल कोई बात नहीं, प्रणाम करता है, मैं भी प्रणाम करता हूँ. ऐसा नहीं कि मैं नहीं. सब पर्सनल क्या जा रहे सारे. ये डायरी रहने दो. लो डायरी. और क्या है? लो डायरी देख लो. जो भारत देश में रह रहे हैं सबके साथ मिलकर रहते हैं. निकालो बुक, निकालो. हमें किताबें ले लो बस. पर्सनल है. चल तेरा जो पर्सनल है उसको मैं दे रहा हूँ और जो दे दूंगा. इसमें जो 1 मिनट रुको तो देखने दो क्या है. हाँ, पर्ची के लिए भाई साहब इसमें ऐसा भी नाम परिवर्तन करके भी किसी को इसमें ऐड किया गया है. चलो इसको ले लो. नहीं धर्म में तो नहीं. अरे सब नए नहीं, हम कितना सालों से रह रहे हैं. 10 साल से घर में रह रहे हैं. एकदम हमारे घर में हिंदू आते हैं, क्रिश्चियन आते हैं. आपकी कम्युनिटी के कितने लोग हैं यहाँ पे? कोई कम्युनिटी नहीं है साहब, सब मनमान में आ रहा है. यहाँ पे रामायण पढ़ाइए ना. पढ़ाइए, आप आइए एक दिन आइए. मेरा मैं हिंदू चल रहा था. भाई इसको बंद कर. सारी बात कहाँ से आ रहा है सर? हम लोग मिलकर रहते हैं, हमारे देश है. चलो आप लोग निकलो, महिला बाहर, ये जाएंगे थाने. चलो धरो. ले चलो. सतेंद्र बेटा ले लो एक साइड से. महिला बाहर निकलो. महिला बाहर निकलेंगे, ये जाएंगे थाने, अपना ताला मार. वो महिला आ गई अंदर से. महिला जो अंदर गई थी आ गई है? आ गई. चलो बाहर आओ. चलो भाई निकलो, आप लोग बाहर निकलो. कहाँ घर पड़ी आपकी? चलो 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 बाहर. चलो इतना दूर से आ जाते हैं जब अभी मंदिर का खूब बढ़िया आपको जाना है. बालूपुर आराम से वही में हर कीर्तन भजन करती जा. बालूपुर से आगे അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിക്കാണ് എന്താണ് പോലീസിന്റെ കയ്യിൽ നിന്ന് കിട്ടുക. അത് കഴിഞ്ഞിട്ട് അയാളുടെ ചർച്ചിന്റെ മുമ്പിൽ പോലീസ് അയാളെ നിർത്തി 2 പോലീസുകാർ അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് ഒരു ഫോട്ടോ ഒപ്പൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ ആൾക്കാരെ ഈ സംഘ് പരിവാറിനെ സുഖിപ്പിക്കാൻ വേണ്ടി.
അപ്പൊ അതിനകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഏതോ വലിയൊരു ഭീകരൻ, അതായത് ബോംബ് വെക്കാനും RDX വെക്കാനും വന്നൊരു ഭീകരൻ, അയാളുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ചാക്ക് കെട്ട് കണക്കിന് കിട്ടി ഈ പറയുന്ന പാസ്റ്റർ ജോസ് തോമസിനെ മുമ്പിൽ നിർത്തി 2 പോലീസുകാർ അപ്പുറത്തും ഇപ്പുറത്തും വലിയ വലിയ കൊലപാതകളെയും കള്ളന്മാരെയും കിട്ടുന്ന പോലെ അയാളെ കൊണ്ടുപോയി. അയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അതായത് 2 കുട്ടികളുണ്ട്. പക്ഷെ അയാൾ ജയിലിലാണ്. ഇനി ഞാൻ അടുത്തൊരു വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യൻ മിഷണറിമാരെയും ഈ പറയുന്നവരെ ഇത്ര അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം. ഇത് നടക്കുന്നത്, ഈ വീഡിയോ നടക്കുന്നത് രാജസ്ഥാനിലാണ്. അപ്പൊ ഈ രാജസ്ഥാനിൽ അവിടെ ജാട്ട് വംശജനായ, അപ്പർ കാസ്റ്റ് വംശജനായ ഒരാള് സ്കൂൾ അധ്യാപകനാണ്. തൊട്ടപ്പുറത്ത് സ്കൂളാണ്. അപ്പൊ അവിടെ തൊട്ടടുത്ത് താമസിച്ചുകൊണ്ടിരുന്ന അവിടെ ദളിതായ യുവാവിനെ ഈ അപ്പർ കാസ്റ്റുകാരനായ അധ്യാപകൻ അയാളെ ചമാർ അറിയാം, അയാളുടെ ഈ പറയുന്ന ദളിതിനെ അയാളുടെ ജാതി ഉപയോഗിച്ച് തെറി വിളിച്ച് അടിക്കാനൊക്കെ പോയി. ഈ പറയുന്ന ദളിത് അയാൾ എന്ത് ചെയ്തു? അപ്പുറത്ത് പോയിട്ട് ഒരു വലിയൊരു കഷ്ണം തടി എടുത്തുകൊണ്ട് വന്നിട്ട് ഈ പാസ്റ്ററെ ഈ അധ്യാപകനെ, അപ്പർ കാസ്റ്റുകാരനായ ഈ അധ്യാപകനെ അടിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ കാണാം. खाना इवर कहीं कौन करना आई तो रात ഈ 2 വീഡിയോ നിങ്ങൾ കണ്ടു. ഇപ്പം ഇതിൻ്റെ അകത്ത് യഥാർത്ഥ ഇഷ്യൂ എന്ന് ഞാൻ നേരത്തെ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ ഇഷ്യൂ ഇവരെ ഈ ധർമ്മ പരിവർത്തനം, ഈ പറഞ്ഞ മതപരിവർത്തനമല്ല ഇവിടുത്തെ ഇഷ്യൂ. ഇവിടെ ദളിത് കമ്മ്യൂണിറ്റിക്ക് എഡ്യൂക്കേഷൻ കൊടുക്കരുത്, ഇത് തന്നെയാണ് ഇഷ്യൂ. അതായത് ഈ പറയുന്ന ദളിത് കമ്മ്യൂണിറ്റിയെ ഇയാളെ ചമാർ എന്ന് പറഞ്ഞ് വിളിക്കുകയും ആ ദളിതുകാരൻ പോയിട്ട് വടിയെടുത്ത് കൊണ്ടുവന്ന് ഈ ജാട്ട അധ്യാപകനെ അടിക്കുന്നത് നിങ്ങളൊരു 15-20 വർഷം ഇന്ത്യയിൽ ചിന്തിക്കാൻ പറ്റുമോ? ദളിത് ആള് അവിടെ ഒരു അധ്യാപകനെ അടിക്കുന്ന കാര്യം ചിന്തിക്കാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പല വീഡിയോകളിലും പലയിടത്തായിട്ട് പറഞ്ഞത്. ഇന്ത്യയിലെ ദളിതും ആദിവാസികളും OBCയും മാറ്റത്തിലാണ്. ഒരു റവല്യൂഷണൈസ്ഡ് ചേഞ്ച് ഇന്ത്യയിൽ ഉണ്ടാകുവാണ്. അതിന് പ്രധാനപ്പെട്ട കാരണക്കാര് ഈ ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അത് ഒരു കാരണവശാലും ഇവർക്ക് സമ്മതിക്കാൻ പറ്റില്ല. കാരണം ഇവർ എഡ്യൂക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന അപ്പർ കാസ്റ്റ് 6-7% ഉള്ളൂ. അവരുടെ കയ്യിൽ നിന്നും ഈ പിടി മുഴുവനും പോകുമെന്ന് ഇവർക്കറിയാം. ഇതാണ് അതിൻ്റെ കാരണം. അല്ലാതെ മതപരിവർത്തനം, മതം മാറ്റിയത് കള്ളക്കേസ് മാത്രം എടുക്കുകയാണ്. ഇവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കരുത്. ഈ പറയുന്ന ദളിറ്റ്സിന് എഡ്യൂക്കേഷൻ കൊടുക്കരുത്, അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കരുത്, അവരെ മുന്നോട്ട് കൊണ്ടുപോകരുത്. അവൻ ചമാറായിട്ടും ദളിതായിട്ടും അതായത് ഏറ്റവും നീചമായ രീതിയിൽ അവൻ ജീവിക്കണം. ഇതാണ് ഇവരുടെ ആവശ്യം. ഇതാണ് പ്രശ്നം. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന കേരളത്തിൽ ചില RSSകാരും സംഘപരിവാറും എന്നെ തെറി വിളിക്കുന്നവർ പറയുന്നത് ഇതല്ല ഇതിൻ്റെ യഥാർത്ഥ ഇഷ്യൂ. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇഷ്യൂ കൂടെ ഞാൻ പറയാം. അതായത് UGC നോട്ടിഫിക്കേഷൻ സംഭവം ഉണ്ടായി. കേന്ദ്ര ഗവൺമെന്റ്, അതായത് HRD മിനിസ്റ്ററാണ് ഇതിന് നോട്ടിഫിക്കേഷൻ വരികയും വലിയ സംഭവം ഉണ്ടായി. ആ ഒരു സന്ദർഭത്തിൽ അതിനെതിരെ വലിയ പ്രകടനം നടന്നു. അപ്പർ കാസ്റ്റുകാരും ബ്രാഹ്മൺവാദികളും അപ്പർ കാസ്റ്റുകാരും താക്കൂറുമാരും അവരില്ല. അതിനിടയ്ക്ക് നിങ്ങൾ കണ്ടൊരു സംഭവമുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ആ ഒരു ചെറിയ സ്പാർക്കാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഉണ്ടാകാൻ പോകുന്ന വലിയ സ്പാർക്കാണ്. ഇതാണ് ഞാൻ പല വീഡിയോയിലും പറയുന്ന അപ്പർ കാസ്റ്റിനെ ഇവിടുത്തെ ദളിതും ആദിവാസികളും കൂടെ അവരെ ചവിട്ടി ഓടിക്കും. അതിന് വലിയ സമയമൊന്നും ആവശ്യമൊന്നുമില്ല. അതിൻ്റെ സൂചനയാണ് UGC നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കണ്ടിരിക്കുന്ന പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പല സിറ്റികളിലും പല യൂണിവേഴ്സിറ്റികളിലും ഈ ദളിത് കമ്മ്യൂണിറ്റി OBC ഒരുമിച്ചു.
കാരണം ഈ OBCക്ക് മനസ്സിലായി അവരുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് സംഘപരിവാറും ഹിന്ദു പറയുന്നേ ഉള്ളൂ. അവരുടെ ശത്രു എന്ന് പറയുന്ന അപ്പർ കാസ്റ്റാണ്. അതോടുകൂടി അതങ്ങ് പൊളിഞ്ഞുപോയി. അതോട് അവരങ്ങ് ഒന്നിച്ചു. അവരിപ്പം പറയുന്നത് എന്തുവാ, എങ്ങനെയും ഈ UGC നോട്ടിഫിക്കേഷൻ, അതായത് ഗവൺമെന്റ് നടപ്പിലാക്കണം, സുപ്രീം കോർട്ട് ആ സ്റ്റേ പിൻവലിക്കണം. ഇത് തന്നെയാണ് ഇഷ്യൂ. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി, 20 വർഷം മുമ്പ് ഇതേപോലെയുള്ള ദളിറ്റ്സും ആദിവാസികൾ ഇതേപോലെ ഇന്ത്യയുടെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പ്രകടനം നടത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചെറിയ ചെറിയ ഇഷ്യൂ നടക്കും. രോഹിത് വെമുലയുടെ ചെറിയ ഇഷ്യൂ നടക്കും, അവിടെ ചെറിയ ഇഷ്യൂ നടക്കും. ഇന്ന് അങ്ങനെ അല്ല. കാരണം അവർ എഡ്യൂക്കേറ്റഡ്. എന്താ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്തുവാ? ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. ഇന്ത്യൻ റെയിൽവേയുടെ ഏതെങ്കിലും ഒരു സോണിൽ 10, 100 അല്ലെ 50 വേക്കൻസി വരുന്നു. ഈ വേക്കൻസിയുമായി ബന്ധപ്പെട്ട് നേരത്തെ കാലത്ത് ഈ 50 വേക്കൻസി വരും. അതിൻ്റെ അകത്ത് റിസർവേഷനും OBC റിസർവേഷനും ഒക്കെ സംഭവങ്ങളുണ്ട്. അതായത് ദളിത് റിസർവേഷൻ, ആദിവാസി റിസർവേഷനും ഒക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ 50 വേക്കൻസി അല്ലെങ്കിൽ 100 വേക്കൻസിക്കകത്ത് ഈ ആദിവാസി ദളിത് അവർ ഈ പഠിച്ച ആൾക്കാരില്ല അപ്ലൈ ചെയ്യാൻ. അതായത് ഈ റെയിൽവേ ആണെങ്കിലും ഏതെങ്കിലും PSU ആണെങ്കിലും അവരെന്ത് ചെയ്യും? ഈ ജനറൽ മെറിറ്റിൽ ഇതങ്ങ് കൊടുക്കും. ഇന്നിത് നടക്കത്തില്ല. കാരണം ഇവർ ഈ പറയുന്ന ദളിതും ആദിവാസികളും ഈ OBCയും എഡ്യൂക്കേറ്റഡായി അവരിതിനകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഈ പറയുന്ന അപ്പർ കാസ്റ്റിന് ജോലി പോവുക. അവർക്ക് ഇന്ത്യയിൽ ജോലി ഇല്ലാതാകും. നിങ്ങൾ എൻ്റെ വാക്കെടുത്തു. വരാൻ പോകുന്ന 10, 15 വർഷം കൊണ്ട് ഇന്ത്യയിലെ അപ്പർ കാസ്റ്റ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി അവർക്ക് ഇന്ത്യയിൽ പലയിടത്തും ജോലി ഇല്ലാതാകും. അവരുടെ ഡോമിനേഷനും മേൽക്കോയ്മയും നശിക്കും. കാരണം അതിൻ്റെ പ്രധാന കാരണം എന്തുവാ? അവർക്ക് ബേസിക് എഡ്യൂക്കേഷനും ഹെൽത്തും പരിപാടികൾ. കാരണം ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവൻ ജീവിച്ചിരിക്കത്തില്ലല്ലോ. ഈ പറയുന്ന പാസ്റ്റർമാരും പറയുന്ന ക്രിസ്ത്യൻ മിഷണറിമാരും ഉറപ്പായിട്ടും മലയാളികൾ മുൻകൈ നിന്ന് ചെയ്തു കൊടുത്തു. അതുകൊണ്ട് ഇവർക്ക് എഡ്യൂക്കേഷൻ കിട്ടി, ഇവർക്ക് അറിവ് കിട്ടി, തുടർന്ന് ഇവർക്ക് പഠിക്കാൻ സാധിച്ചു. അതാണ് ഇതിൻ്റെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അതിനെ എങ്ങനെങ്കിലും നശിപ്പിക്കുക. അതാണ് ഈ പറയുന്ന അപ്പർ കാസ്റ്റ്, ഈ പറയുന്ന താക്കൂർമാരും ഈ പറയുന്ന ബജറാങ് ദളും അവരുടെ ഒരു നേതൃത്വത്തിന്റെ ആവശ്യം. ഇവിടെയാണ് ഗെയിം എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് ഈ ഫൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഫൈറ്റ് പോകുന്നത്? ഇന്ത്യ മുഴുവൻ ഈ ഫൈറ്റ് ഉണ്ടാകും. ഈ ഫൈറ്റ് ഇന്ത്യ മുഴുവൻ കത്തുന്ന രീതിയിലോട്ടങ്ങ് മാറും. കാരണം ദളിത് കമ്മ്യൂണിറ്റി എഡ്യൂക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ റൈറ്റ് ചോദിക്കും. അവരെ തൊടാൻ പറ്റത്തില്ല ഇനിയും. അതുകൊണ്ട് തന്നെയാണ് പല ഹിന്ദു സമ്മേളനങ്ങളിലൊക്കെ, അതായത് അപ്പർ കാസ്റ്റ് സമ്മേളനങ്ങളൊക്കെ താഴെ കൊണ്ട് അംബേദ്കറിന്റെ പടം വെക്കുന്നത്. അതായത് അംബേദ്കർ വാദിയും അതേപോലെ തന്നെ ഭീംസേന, ഇതൊക്കെ ഭീം ആർമി, ഇതൊക്കെ വലിയ സംഭവമായിട്ട് മാറാൻ പോവാണ്. ഉറപ്പായിട്ട് അവർ ബജറാങ് ദളിനെ കൗണ്ടർ ചെയ്യും. ഇന്ത്യയിൽ എല്ലായിടത്തും ഇവർ കൗണ്ടർ ചെയ്യും. ഇതുണ്ടാകാൻ ഞാൻ ഇത് പ്രെഡിക്റ്റ് ചെയ്ത് പറയാം. അതോടുകൂടി അപ്പർ കാസ്റ്റിന്റെ വെടി ഇന്ത്യയിൽ തീർന്നു പോകും. അതായത് സംഘപരിവാർ സ്പ്ലിറ്റ് ആയിട്ട് പോകും. ഇതാണ് RSSന്റെ ഏറ്റവും വലിയ ഭയം. കാരണം ഇവർ എഡ്യൂക്കേറ്റഡ് ആകാൻ പാടില്ല. ഇവർ എഡ്യൂക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇവരുടെ മേൽക്കോയ്മ നശിക്കും. ഇത് തന്നെ ഇതിൻ്റെ ഒരു വിക്റ്റിമാണ് ഈ പറയുന്ന കൊട്ടാരക്കര കരിക്കത്തുള്ള ജോസ്. ഇതേപോലെ പല ആൾക്കാരും വിക്റ്റിം ആകുന്നുണ്ട്. പക്ഷേ ഇതേപോലെയുള്ള പേഴ്സിക്യൂഷനും ഇതേപോലെ വിക്റ്റിമൊക്കെ ഉണ്ടാകുമ്പോൾ ചരിത്രം പറയുന്ന ഏറ്റവും വലിയ സത്യമാണ്, ഈ മൂവ്മെന്റ് അതിൻ്റെ 1000 ഇരട്ടി തഴച്ചു വളരും. അതുതന്നെയാണ് ജോസ് തോമസിന്റെ ഇഷ്യൂവിൽ ഉണ്ടാകുന്നത്. മുഴുവനും ദരിദ്രരായിരുന്നു, ദളിറ്റ്സ് ആയിരുന്നു, ബാക്ക്വേർഡ് ക്ലാസ് ആയിരുന്നു. അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തു, അവരോട് സുവിശേഷം പറഞ്ഞു, അവരുടെ റൈറ്റ് അവരോട് പറഞ്ഞു കൊടുത്തു, അവൻ്റെ വലത് കൈയും ഇടത് കൈയുടെ ഉപയോഗം പറഞ്ഞു കൊടുത്തു, അവൻ ആരാണെന്ന് പറഞ്ഞു കൊടുത്തു. ഇതിലെന്ത് തെറ്റാ ഉള്ളത്? മനുഷ്യനെ ആദ്യം സ്നേഹിക്കാൻ പഠിക്കണം. പക്ഷേ ഇന്ത്യയിലൊരു സ്വഭാവം അനുസരിച്ചും ഈ പറയുന്ന സനാതന ധർമ്മത്തിലും മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നില്ല. അത് മനുഷ്യനേക്കാളും അവർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം പഠിപ്പിച്ചെടുക്കുന്ന മനുസ്മൃതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് മനുഷ്യനേക്കാളും മനുഷ്യനോട് ഏറ്റവും ക്രൂരത കാണിക്കുന്നതാണ് അവരുടെ വിനോദം. അതിന് അടിവരയിടാൻ പോവുകയാണ്. അതായത് ഒരു ജോസ് തോമസിന്റെ ഇഷ്യൂ അല്ല, മറ്റൊരു ജോസ് തോമസ് ഇഷ്യൂ അല്ല, മറ്റൊരു ജോസ് പാപ്പച്ചനല്ല, മറ്റൊരു ജോസ് മോൻ പത്രോസ് അല്ല. ഇതൊക്കെ ഇതിൻ്റെ തൊള്ളതാണ്. മനസ്സിലാക്കുക. ഈ ക്രിസ്ത്യൻ പേഴ്സിക്യൂഷൻ എന്ന് പറഞ്ഞ ലോകത്തെല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ത്യയിൽ ഉണ്ടാകുന്നു. ഇന്ത്യയിൽ ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന മാറ്റം വിസിബിൾ ആകാൻ തുടങ്ങി. അതാ ഇതിൻ്റെ കാരണം. അല്ലാതെ
ഇതെവിടെയും നിൽക്കാൻ പോകുന്നില്ല. ഈ ഇപ്പോഴടിക്കാനും പ്രക്ഷോഭത്തിനും ഈ ക്രിസ്തുമസ് അറ്റാക്കൊക്കെ ചെയ്തവൻ അവർ തന്നെ വീണ്ടും ഓടാൻ പോകുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം മാറാൻ പോകുന്നത്.